Colson Scott, Michael Jackson, MJ, Michael Joseph Jackson. Undoubtedly the biggest global superstar ever born on planet Earth. Undoubtedly the most popular man ever born on Earth. The undisputed God, the greatest of all time. സാധാരണ ഗോട്ട് എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും അത് ഡിസ്പ്യൂട്ട് ഉണ്ടാവാറുണ്ട്, പലരും പല ആൾക്കാരെ പറയാറുണ്ട്. പക്ഷേ എം ജെ എന്ന് പറയുന്ന സമയത്ത് കമ്പാരിസൺ ഈസ് എ ക്രൈം. അദ്ദേഹത്തിൻ്റെ അടുത്തുപോലും ആരുമില്ല. ദ കിങ് ഓഫ് പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ മനുഷ്യനാണ് സംശയിക്കും. അതുപോലത്തെ ഒരു ആള്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ബയോപിക്. ആന്റൺ ഫ്യൂക്കാണ് ഡയറക്ടർ, ട്രെയിനിങ് ഡേയുടെ ഡയറക്ടർ. ജോൺ ലോഗനാണ് റൈറ്റർ. ഈ സിനിമയിൽ എം ജെ ആയിട്ട് അഭിനയിച്ചതെന്ന് ഞാൻ പറയില്ല. എം ജെ ആയിട്ട് ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ നെഫ്യൂ കൂടിയായിട്ടുള്ള ജാഫർ ജാക്സൺ ആണ്. ആബ്സല്യൂട്ട്ലി അമേസിങ്, ഫെൻറ്റാബുലസ്, മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ്. അതായത് എം ജെ വീണ്ടും അവതരിച്ച പോലെ. ഇതിൽ അവരെന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്നും എനിക്കറിയില്ല. പക്ഷേ വോട്ടവർ പൗരമായിട്ട്, അതായത് എം ജെ വീണ്ടും കാണോ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സൗണ്ട്, പിന്നെ അതായത് എം ജെയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവായിരിക്കാം, എസ്പെഷ്യലി സോങ് സീക്വൻസിലും ആൽബംസിലൊക്കെ തന്നെ. പക്ഷേ ഇതിൽ എം ജെയുടെ ഡബ്ബിങ് അതും വേറെ ആരെങ്കിലും ചെയ്താന്ന് വിചാരിക്കാം. എന്നാൽ കൂടെ മൊത്തത്തിൽ എം ജെ അങ്ങനെ ഇരിക്കുന്നു. എം ജെ കൊത്തിവെച്ച പോലെ, ക്ലോൺ ചെയ്ത പോലെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സ്ക്രീനിൽ. ഹിസ് നോ മോർ എന്ന് നമുക്കറിയാം, ബട്ട് അത് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ആണ് ജാഫർ ജാക്സൺ ചെയ്തേക്കുന്നത്. ഏത് ബയോ പിക്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും വൺ ഓഫ് ദ ബെസ്റ്റ് എവർ പെർഫോമൻസ് ബൈ ജാഫർ ജാക്സൺ. ജോസഫ് ജാക്സൺ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫാദർ കോൾമാൻ ഡൊമിംഗ് ആണ്. കിട്ടിലും പെർഫോമൻസ്. പിന്നെ കുറേ പേരുണ്ട്, എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇത് 1966 മുതലാണ് ഇതിൽ കാണിക്കുന്നത്. അതായത് ഇന്ത്യാനയിൽ ഒരു പോർ ഫാമിലിയിൽ ഈ ജാക്സൺ 5 എന്ന് പറയുന്ന ഈ ജോസഫ് ജാക്സന്റെ മക്കളെല്ലാം കൂടെ ചേർന്ന് ബാൻഡും. പിന്നെ ഇദ്ദേഹം ഈ ജോസഫ് ജാക്സൺ ഭയങ്കര ടോക്സിക്കാണ്. എക്സ്ട്രീംലി ടോക്സിക് പാരൻറ്റിങ് ആണ്, ടോക്സിക് ഫാദറാണ്, അമ്മ പാവാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ബെൽറ്റ് കൊണ്ട് കടിക്കും. ആരെ? എം ജെ, കുട്ടി എം ജെ. ഇതിൽ 1966 മുതൽ 1978 വരെ ഈ കുട്ടിയെ കാണിക്കുന്നത്, ചൈൽഡ്, ഈ ക്യൂട്ട്, ഭയങ്കര നമുക്കിങ്ങനെ പേമ്പർ ചെയ്യാൻ തോന്നും, അത്രയും ഹൗ ക്യൂട്ട്. അങ്ങനെ ഒരു മൈക്കിൾ ജാക്സൺ. അതായത് ആ ആർട്ടിസ്റ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യണേ, ആ ചൈൽഡ് ആർട്ടിസ്റ്റിനെ കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വോക്കൽസ് കൊടുക്കുന്ന ആരാണെന്ന് എനിക്കറിയില്ല. അന്യായ ഡബിങ്ങും സിംഗിങ്ങും പരിപാടിയൊക്കെ തന്നെ. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ത് രസമാണ്. തുടക്കം മുതൽ ആ കുട്ടി എം ജെ ഇങ്ങനെ കണ്ടുകൊണ്ട്. ജോസഫ് ജാക്സൺ ഓക്കെ ടോക്സിക്കാണ്, പക്ഷെ ആ ഗ്രോത്ത് ഉണ്ടല്ലോ, 1966 തുടങ്ങിയിട്ടുള്ള ആ ഗ്രോത്ത്, എം ജെ എന്ന് പറഞ്ഞ ഒരു ലോകൈക ഇതിഹാസം, ഒരു അൾട്രാ ലെജൻഡ് ബോൺ ചെയ്യുന്ന ഒരു സാധനം വരെ ഉള്ളുണ്ടല്ലോ. 1966 മുതൽ 1978 വരെ. 78-ന് ശേഷമാണ് എം ജെ ഒരു യങ്ങറായിട്ട്, ഒരു എൽഡറായിട്ട് വന്നിട്ട് നമ്മുടെ ജാഫർ ജാക്സൺ ചെയ്ത കഥാപാത്രമായിട്ട് മാറുന്നത്. എനിക്ക് പേഴ്സണലി ഇതിൽ ഏറ്റവും ഗൂസ്ബം നൽകിയിട്ടുള്ള, ഹോറിപ്പുലേഷൻ നൽകിയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈറ്റിൽ കാർഡാണ്. അതായത് സിനിമയുടെ പേരെഴുതി കാണിച്ചത് മൈക്കിൾ ജാക്സന്റെ മൈക്കിളിനെ എഴുതി കാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ആ സാധനം ഉണ്ടല്ലോ, ആ ഷൂസും ആ വൈറ്റ് സോക്സും, അത് കാണിച്ചിട്ട് ദാറ്റ് വാസ് സംതിങ് എൽസ്. അത് അന്യ പരിപാടിയായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ സിനിമയിൽ ഈ രണ്ട് ഭാഗത്തുള്ള എം ജെനെ കാണിക്കുന്ന കുട്ടി എം ജെ തന്നെ ഭയങ്കര ആനിമൽ ലവറാണ്, ഭയങ്കര പെറ്റ് ലവറാണ്, ഭയങ്കര ഇന്നസെൻ്റ് ആണ്. ഫാദറിനാൽ കുറേ പീഡിപ്പിക്കപ്പെട്ടുള്ളതാണ്. പീഡിപ്പിക്കപ്പെട്ട ഇൻ ദ സെൻസ് ടോക്സിക് പാരൻറ്റിങ് കാരണം. അത് കഴിഞ്ഞ് 1978 മുതൽ 1988 വരെയുള്ളത് ആ ഒരു ജേണി ഓഫ് മൈക്കിൾ ജാക്സൺ. ഈ സിനിമ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ജേണി. ഇതിലൊരു സിനിമാറ്റിക് ആയിട്ടുള്ള വോ മൊമെൻറ്റ്സ് ഇല്ല, ഞാൻ പറയേ, എക്സെപ്റ്റ് ദ ടൈറ്റിൽ.
പിന്നെ വൗ മൊമെൻറ്റ്സ് ഒന്നുമില്ല. ഇതിൽ വൗ മൊമെൻറ്റ്സ് തരാൻ കഴിയാവുമായിരുന്ന ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ബീറ്റ് ഇറ്റാണ്. കാരണം എനിക്ക് പേഴ്സണലി അറിയുന്ന സോങ്, ഞാൻ കേട്ടിട്ടുള്ള സോങ്, ഞാൻ കേട്ട് വളർന്നിട്ടുള്ള സോങ് എന്ന് ബീറ്റ് ഇറ്റാണ്. ബീറ്റ് ഇറ്റ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന പക്ക BTS ആയിട്ടാണ്. മറ്റേ കൊറിയൻ BTS അല്ലേ, അതല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ഓഫ് ബീറ്റ് ഇറ്റ്, അത് ആണെന്ത് ഫസ്റ്റ് ഒരു വാ മൊമെന്റ് തരാമായിരുന്ന ഒരു ഡയറക്ടർക്ക് എലവേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്ന ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു പിന്നെ അതെങ്ങനെ ആണ് അത് ഇദ്ദേഹം അതിലേക്ക് എത്തുന്നത്, അതായത് സ്റ്റോറി ടെല്ലിങ് ഇദ്ദേഹത്തിൻ്റെ ജേണി ആയിട്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഒരു ഡോക്യു ഫിക്ഷൻ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ഞാൻ പറയാം, ഒരു പക്ഷേ ഡോക്യു ഫിക്ഷൻ എന്ന് പറയുന്നത്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സിനിമാറ്റിക് സാധനമായിട്ട് നമ്മൾ MJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരമല്ലേ, അതിനകത്തേക്ക് ഒരു 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 സാധനം തരാൻ വേണ്ടിയിട്ട് ഡയറക്ടർ കഴിഞ്ഞിട്ടില്ല, റൈറ്റർ കഴിഞ്ഞിട്ടില്ല. പെർഫോമൻസ് ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് ജാഫർ ജാക്സന്റെ പെർഫോമൻസ് ഉണ്ട്, കൂടെയുള്ള എല്ലാവരും പെർഫോമൻസ് ഉണ്ട്. പക്ഷേ ഈ റൈറ്റിങ്ങിലും പരിപാടി റെൻഡർ ചെയ്തതിലും ഡയറക്ഷനിലൊന്നും ആ സാധനം വന്നിട്ടില്ല, എവിടെയും വന്നിട്ടില്ല. ഞാനൊക്കെ പ്രതീക്ഷ ബീറ്റിട്ടൊക്കെ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ കുറച്ചെങ്കിലും പിന്നെയുള്ള വരുന്നത് ബില്ലിജീനിലാണ് ഫസ്റ്റ് മൂൺ വാക്ക് അടിക്കണേ MJ സ്റ്റേജിൽ ലൈവിൽ. അത് അത്യാവശ്യം നല്ല രീതിക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ പോവാ. പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആൽബംസ് ഇതിനകത്തില്ല. വിക്ടറി ടൂറാണ് പിന്നെ കുറേ സമയമുള്ളത്. ഈ ടോട്ടൽ ഫിലിം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം കൊടുത്തുള്ള വിക്ടറി ടൂറിനാണ്. ആ സോങ്ങും അതിൻ്റെ കൺക്ലൂഷനും അതിന് കുറച്ച് ബിഹൈൻഡ് ദ സ്റ്റോറീസ് ഉണ്ട്. ഈ ജോസഫ് ജാക്സൺ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫാദറായിട്ടുള്ള. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഒരുപാട് ആൽബംസ് ഒന്നും കാണിച്ചില്ല. ഇതിൽ പിന്നെ ത്രില്ലർ, ബില്ലി ജീൻ, അതുപോലെ തന്നെ ഈ വിക്ടറി ടൂർ, പിന്നെ വൈൻഡ് അപ്പ് ചെയ്യുന്നത് ബാഡ് വെച്ചിട്ടാണ് 1988. അപ്പോൾ ബാഡിൻ്റെ കാസറ്റ് ഞാൻ 1 വില കൊടുത്തിട്ട് 90s വാങ്ങിച്ചിട്ടുണ്ട്. 1990s 1 വില, അന്ന് 150 റുപ്പീസ് കണ്ട കാസറ്റ് ബാഡിൻ്റെ. അപ്പോൾ അപ്പം നമുക്കറിയാം MJയുടെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഗ്ലോബലി, അതായത് ഇന്റർനാഷണലി, യൂണിവേഴ്സലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MJ. അതായത് അങ്ങ് മറ്റേ LAയിലും ഈ സംഭവം നടക്കും, നമ്മുടെ നാട്ടിൻപുറത്തെ പിന്നെ ചന്തപ്പറമ്പിലും കല്യാണ വീട്ടിലും മറ്റേ സൈക്കിൾ റാലിയിലും ഈ സാധനം വെക്കും. അതാണ്, അതായത് സോഷ്യൽ മീഡിയ ഇല്ല, ഇൻസ്റ്റ ഇല്ല, FB ഇല്ല, പിന്നെ X ഇല്ല, യൂട്യൂബില്ല, ഒരു തേങ്ങയില്ല. ആ സമയം നാട്ടിലെ അമ്മൂമ്മമാരുടെ അടുത്ത് അപ്പന്മാരുടെ അടുത്ത് ചോദിച്ചാൽ മൈക്കിൾ ജാക്സൺ പറഞ്ഞാൽ ചോദിക്കും, ഇദ്ദേഹം ഈസ് മൾട്ടി ഫേസ്ഡ്, മൾട്ടി ടാലന്റഡ്. ഇദ്ദേഹം സിംഗർ എന്നുള്ളതല്ല, കിങ് ഓഫ് പോപ്പ് എന്നുള്ളതല്ല, ഇദ്ദേഹം റൈറ്ററാണ്, ഇദ്ദേഹം കമ്പോസ് ചെയ്യും, ഡാൻസർ. നമ്മളെ ഇവിടത്തെയൊക്കെ പ്രഭുദേവനൊക്കെ മൈക്കിൾ ജാക്സൺ ഒക്കെ പറയുന്നത് എന്ത് അതല്ല, ഇദ്ദേഹം എല്ലാം ചെയ്യൂലേ. ഇതിലൊരു ഒറ്റ ഇദ്ദേഹം കുട്ടിക്കാലത്തുള്ള ഒറ്റ സാധനമുണ്ട്. ഇദ്ദേഹം സിംഗ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇത് ഹൈപ്പർ ആക്റ്റീവായിട്ടോ ഒന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ, ഇദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ബോഡി മൂവ്മെൻറ്റ്സ് അറിയാതെ വരുന്ന, അത് കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ആ ചൈൽഡ്ഹുഡ് സാധനം. പിന്നെ വന്നിട്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ കോസ്മെറ്റിക് സർജറി, വില്ലിഗോ, ഇദ്ദേഹത്തിന് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നതാണ് സിനിമയിൽ കാണിക്കുന്നത്, അങ്ങനത്തെയാണ് കേട്ടിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ്, അല്ലാതെ ഇദ്ദേഹം മറ്റേ ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇദ്ദേഹത്തിന് വില്ലിഗോ ഉണ്ടായിരുന്നു, പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, അത് സിനിമയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇദ്ദേഹം കോസ്മെറ്റിക് സർജറി ചെയ്യുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ്. പിന്നെ ഇദ്ദേഹം നോസ് കറക്ഷൻ ചെയ്യുന്നുണ്ട്, കാരണം ഇദ്ദേഹത്തെ നോസ് ടു ബിഗ് ആണ് ഇദ്ദേഹത്തിന് തോന്നി. റിനോപ്ലാസ്റ്റി പോലത്തെ അന്നത്തെ എന്തോ സെറ്റപ്പ് വെച്ചിട്ട് ഇദ്ദേഹം നോസ്, അതിനുശേഷം പെർഫെക്റ്റ് ആണ്. അതിന് മുൻപുള്ള MJയുടെ ലുക്കും ഈ സിനിമയ്ക്കകത്താൻ പറയുന്നത്, ഈ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്, ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് കറക്റ്റ്, രണ്ടും വ്യത്യാസം നമുക്ക് കറക്റ്റ് മനസ്സിലാവും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മേജറായിട്ടുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ ഈ സിനിമ അവസാനിപ്പിക്കുന്നതിന് ശേഷം 1988 അവസാനിപ്പിക്കുന്നത്. 1993 ഫസ്റ്റ് സെക്ഷൽ അബ്യൂസ് ഇദ്ദേഹത്തിന് വരെ വരുന്നത്. അതും പീഡോഫൈൽ കേസാണ്, അതും ബോയ് ആണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ 2003 to 2005 സെക്കൻഡ് സെയിം കേസ്, ബോയ് തന്നെ വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഗേ ആണോ അല്ലെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ പീഡോഫൈലാണോ എന്നുള്ള സാധനങ്ങളൊക്കെ. പക്ഷേ ഇദ്ദേഹത്തെ കൺവിക്റ്റ് ചെയ്തിട്ടില്ല ഒരിക്കലും, നെവർ കൺവിക്റ്റഡ്. പക്ഷേ അത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഭയങ്കര ഇടിച്ചിലുണ്ടായ സമയമായിരുന്നു അത്.
നമ്മൾ ആ സമയത്ത് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചുള്ള ആൾക്കാർക്ക് അറിയാം. പിന്നെ വേറെ കോൺട്രവേഴ്സി പിന്നെ വന്നത് ഇദ്ദേഹം കുട്ടികളെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെയുള്ളതാണ്. ഇതൊക്കെ സെക്കൻഡ് പാർട്ടിൽ അഡ്രസ്സ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മരണം തന്നെ 2019 പ്രൊപ്പഫോൾ യൂസ് ചെയ്തിട്ടാണ്. മെഡിക്കേഷനാണ്, ബട്ട് എക്സസ് യൂസ്, ഇൻടോക്സിക്കേഷനായിട്ട് ഉപയോഗിച്ചു. പ്രൊപ്പഫോൾ യൂസ് ചെയ്തിട്ടാണ് മരിച്ചതൊക്കെയുള്ളതാണ്. അതിനുശേഷം ഡോക്യുമെൻ്ററീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് തന്നെ കൊച്ചിനെ എടുത്ത് ഉയർത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിവാദം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എം ജിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്ന 1966 മുതൽ 1988 വരെ കാണിച്ചിരിക്കുന്നത് ഒരു സ്മൂത്തായിട്ടുള്ള ഒരു സമയത്താണ്. അതിലാകെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇദ്ദേഹം കോസ്മെറ്റിക് സർജറി ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ഇതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഡേഞ്ചറസ് ആയി കഴിഞ്ഞാലും ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് അസ് എന്നുള്ള സാധനം എല്ലാം വരുന്നത് അതിനുശേഷമാണ് വൻ വർക്കുകളൊക്കെ വരുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ അത് ഇവരെങ്ങനെ ഡീൽ ചെയ്യും, അതിന് ലീഗലി അതിന് പ്രശ്നമുണ്ട്. ഇതിൽ തന്നെ ലീഗലി എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു പറയുന്നു. ബട്ട് സ്റ്റിൽ എൻഡ് ഓഫ് ദ ഡേ ഈ സിനിമ എം ജെ ഇസ് ദർ, ബട്ട് ടേക്കിംഗ് ദിസ് ഫിലിം ആസ് എ ഫിലിം എനിക്ക് ടൈറ്റിൽ ഒഴികെ വേറെ ഒരു ഗൂസ്ബം മൊമെൻറ്റ്സും വന്നിട്ടില്ല. ഒരു സ്റ്റോറി ടെല്ലിങ്, ഒരു ജേണി അങ്ങനെ കാണിക്കുന്ന, ബിഹൈൻഡ് ദ സീൻസ് കാണിക്കുന്ന, എം ജെ അനുഭവിച്ച സ്ട്രഗിൾ, അദ്ദേഹം അനുഭവിച്ച പ്രഷർ, അതുപോലെ തന്നെ ഫാമിലിയിലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുകളിലുണ്ടായിട്ടുള്ള ടോക്സിക് പാരൻറ്റിങ്, അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ചിരിക്കുന്ന ഒരു ഡോക്യു ഫിക്ഷൻ സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബട്ട് ജാഫർ ജാക്സൺസ് പെർഫോമൻസ് ഈസ് അൺപ്രസിഡൻറ്റഡ്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരിപാടിയാണ്. സ്റ്റിൽ പിന്നെ ഇതിൽ കോൺസേർട്ട് പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതും അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. സീലിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഗ്രൗണ്ടിലിരിക്കുന്ന ഫീല് കിട്ടും, ആ സ്റ്റേഡിയത്തിലിരിക്കുന്ന ഫീല് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ ബട്ട് പറയാൻ കാരണം. ഇതൊരു സിനിമ എന്ന നിലയ്ക്ക് എനിക്ക് വല്ലാതെ സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടില്ല. ഭയങ്കര ഒരു ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ പറഞ്ഞു പോയിട്ട്. പിന്നെ ഇതിൻ്റെ ഇൻ്റർവെൽ പറയുന്ന സമയത്ത് ഇംഗ്ലീഷ് സിനിമയ്ക്ക് എപ്പോഴും സംഭവിക്കുന്നത് അവർ കൊടുത്ത ഒരു ടൈം ബ്രേക്കിൽ ഇൻ്റർവെൽ വരും, പിന്നെ സിനിമ തിയേറ്ററുകാർ സെറ്റ് ചെയ്ത ഇൻ്റർവെൽ വീണ്ടും വരും. 2 ഇൻ്റർവെൽ ഇതിനും ഉണ്ടായിരുന്നു. എനിവേ സെക്കൻഡ് പാർട്ട് എന്തായാലും കാണും, ബിക്കോസ് എനിത്തിങ് ഫോർ എം ജെയുടെ ഒരു സോങ് ഞാൻ സജസ്റ്റ് ചെയ്യാം, ഹൂ ഈസ് ഇറ്റ്. എം ജെ ഫാൻസ് എന്തായാലും പലവട്ടം കേട്ട് കാണും. ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ലിസൺ ഹൂ ഈസ് ഇറ്റ്.